ഹലോ ചെങ്കോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ വാണിയംകുളത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട മാതിരിയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കരിമ്പനത്തേങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെറും വയറ്റിൽ കഴിക്കണത് ഒന്നും കൂടി നല്ലതാണെന്നൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞാനും ഇത് എത്ര റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച്, അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ 100 റുപ്യാണ്, 100 രൂപയ്ക്ക് ഇങ്ങനെ 10 പീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ മൂപ്പരിൻ്റെ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വെട്ടണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. പക്ഷേ കരിമ്പനമേത്ത് കയറാൻ വേണ്ടിയിട്ട് പണ്ടത്തെ മാതിരി ഇപ്പോൾ ആളും മനുഷ്യനെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് അടങ്ങറായി ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മൂപ്പര് കൈ തന്നപ്പോൾ എന്താ ടേസ്റ്റ് വെച്ചിട്ടാ. അപ്പോൾ എന്തായാലും അങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും അടുത്ത പീസ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ മൂപ്പര്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നല്ല കായല്ല കേട്ടോ. ഇത് നല്ല എന്താ പറയുക, നല്ല വെള്ളം രീതിയിലുള്ള ആണെങ്കിലാണ് കുറച്ച് നന്നാവുള്ളൂ. ഇത് ഹാർഡായി കഴിഞ്ഞെന്ന് വെച്ചാൽ എനിക്കത് വലിയ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. അപ്പോൾ നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, ഇളനീരിൻ്റെ മാതിരി ഉണ്ടാവും. നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വഴിയിൽ കൂടെ ഒക്കെ വരുന്ന ചങ്കോളം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വയസ്സായിട്ടൊരു വ്യക്തി ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. നമ്മളെ അജിനോമഠത്തിൻ്റെ നേരെ മുൻവശത്താണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിക്കുക, വരുമ്പോൾ കഴിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് പാർസലും മേടിക്കാൻ വെച്ചിട്ടാണ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ. നമ്മളെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് കാണാത്ത ചങ്കോളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പഴയ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ചങ്കോൾ ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. പിന്നെ അതേമാതിരിയൊക്കെ തന്നെ ലൈക്ക് അടിക്കാതെ കാണുന്ന ചങ്കോളുണ്ട്. അതേമാതിരിയൊക്കെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് ഈ കായ തിന്ന് ഇത് നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ മൂപ്പറിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച്, മൂപ്പരുടെ നാട് എവിടെ, എന്താ വിശേഷം, എവിടെ മഴയും കാര്യങ്ങളും, അങ്ങനെ നാട്ടുവിശേഷം കാര്യങ്ങളൊക്കെ പറയലും മൂപ്പരിങ്ങനെ വെട്ടലും ഞാൻ അങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് തെങ്കാശിയുള്ള ആളാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്തൊക്കെയാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്തൊന്നും നമുക്കത് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തിനൊക്കെ ഒരു സീസൺ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തിന്ന് വയറും ഫുള്ളായിട്ട് ഇപ്പോൾ നീച്ചടക്കാനും വയ്യാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. എന്തായാലും പിന്നെ ഇങ്ങനെ മൂപ്പര് തരുന്നുണ്ട്. ഞാൻ വേണ്ടിയിരുന്നില്ല എന്ന് അതിന് ചില വയറ് ഫുള്ളായിട്ടേ. അപ്പോൾ എന്തായാലും ഇത് കാണാനും നല്ല രസമാണല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെ ഞാൻ ഈ ഒരു കായ കണ്ടോക്കിയപ്പോഴേ, നമ്മളിത് എവിടെ കണ്ടാലും വിടൂല. ഇത് പണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 2 കൊല്ലം മുന്നേ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രാവശ്യം കണ്ടപ്പോൾ പിന്നെയും തുടങ്ങിയതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുമാതിരിയുള്ള അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും. അപ്പോൾ എന്തായാലും സ്ഥലം ഒന്ന് ലൊക്കേഷനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്. എന്നാൽ ശരി, എന്നാൽ ഓക്കെ, ബൈ.